ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നോക്കാം. ഫസ്റ്റ് പ്ലാന്റ് സിങ്കോണിയാണ്. 30 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. അടുത്തതും സിങ്കോണിയത്തിൻ്റെ വൈറ്റും ഗ്രീനും ചേർന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ 30 റുപ്പീസാണ്. അടുത്തതും സിങ്കോണിയം തന്നെയാണ് കേട്ടോ. കാണാൻ നല്ല നീളമുള്ള ലീഫൊക്കെ ഉള്ള വൈറ്റും ഗ്രീനൊക്കെ ചേർന്നിട്ട് അതും 30 ആണ് കേട്ടോ. പിന്നെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ഇതിന് 20 റുപ്പീസാണ്. ഈ ഒരു പ്ലാന്റ് വെറൈറ്റി ആണ് കേട്ടോ. ബ്രൗണും ഗ്രീനും എല്ലാം കൂടെ ചേർന്നിട്ട് ഷെയ്ഡുള്ളൊരു അടിപൊളി ഒരു പ്ലാന്റ് ആണ് കേട്ടോ. 30 റുപ്പീസിനാണ് കേട്ടോ ഇത് കൊടുക്കുന്നത്. അടുത്തത് അതേ പ്ലാന്റ് തന്നെ വൈറ്റും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ളൊരു പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്, എല്ലാം നല്ല വെൽ റൂട്ടഡ് ആണ് കേട്ടോ. ഈ പ്ലാന്റും 30 റുപ്പീസിനാണ് കൊടുക്കുന്നത്. അടുത്ത സ്പൈഡർ പ്ലാന്റ് 20 റുപ്പീസാണ്. റിയോ പ്ലാന്റും 20 റുപ്പീസാണ് കേട്ടോ. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇതിനും 30 റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഷൂട്ടിന്. അടുത്തത് നമ്മുടെ പെഡിലാന്തസ് ആണ്. നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു ചെടിയാണ് കേട്ടോ. അതിന് 20 റുപ്പീസാണ്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. 30 റുപ്പീസാണ്. എപ്പീഷ്യയുടെ വയലറ്റ് കളർ പൂവുണ്ടാകുന്ന ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 30 ആണ്. അടുത്തത് ബിഗോണിയയുടെ ഈ ഒരു പ്ലാന്റ്, ഇതും നമുക്ക് 30 റുപ്പീസാണ് കേട്ടോ. അടുത്ത അഗ്ലോണിമയുടെ ഈ ഒരു വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിന് നമ്മൾ 30 റുപ്പീസാണ് നമ്മൾ വാങ്ങുന്നത്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ്. ഇതിന് നമുക്ക് 30 റുപ്പീസാണ്. അടുത്തത് പെപ്പറോമയാണ് കേട്ടോ. പെപ്പറോമയ്ക്ക് 20 റുപ്പീസാണ്. അടുത്തത് നമ്മുടെ ഈ ഒരു യെല്ലോ ഗോൾഡൻ കളറുള്ള മണി പ്ലാന്റ്, പിന്നെ നമ്മുടെ ഈ ഒരു മാർബിൾ പോത്തോസ്, മറ്റേ ഗ്രീനും യെല്ലോയും കൂടെ ചേർന്ന മണി പ്ലാന്റ്, എല്ലാ മണി പ്ലാന്റും ഞാൻ 30 റുപ്പീസിനാണ് കൊടുക്കുന്നത്. എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ കളർ മാത്രമുള്ള ഈ ഒരു കളർ ലീഫുള്ള മണി പ്ലാന്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ 30 റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലാന്റ്സ് വേണമെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നമ്മൾക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. സ്പീഡ് പോസ്റ്റ് വഴിയും അതുപോലെ തന്നെ DTDC വഴിയും നമ്മൾ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.